ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമ്മൾ 2 പ്രോബ്ലംസ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ഫൈൻഡ് വാല്യൂസ് ഓഫ് എക്സ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ്. അതിന് വേണ്ടി ദേ നോക്കിക്കേ, 2 ഡിറ്റർമിനൻ്റ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഒരു 2/2 ഓർഡർ വരുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്, ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഡിറ്റർമിനൻ്റ് എടുക്കാനല്ലേ. എങ്ങനെയായിരുന്നു ഡിറ്റർമിനൻ്റ് എടുക്കുന്നത്? ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ് അല്ലേ. അപ്പോൾ 2 × 1 എന്ത് കിട്ടി? 2 മൈനസ് 5 × 4 20 ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, ഇവിടെയും ഡിറ്റർമിനൻ്റ് തന്നെ എടുക്കാനാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 2x × x 2x² മൈനസ് 6 × 4 24 എന്ന് കിട്ടി. ഓക്കെ ആണോ ഇത്രയും? ഇനി അതിനുശേഷം എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ, ഇവിടെ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? -18 ഈക്വൽ ടു 2x² മൈനസ് 24 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നോക്കിക്കേ, ഇവിടുത്തെ -24 ഇങ്ങോട്ടേക്ക് ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താകും? +24. അപ്പം +24 ഇവിടെ വന്നു. പിന്നെ ഇവിടെ എന്തുണ്ട്? -18 ഈക്വൽ ടു 2x² എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, 24ൽ നിന്ന് 18 പോകുമ്പോൾ എത്ര കിട്ടി? 6 ഈക്വൽ ടു 2x². അതായത് 2x² ആണ് എന്ത് കിട്ടിയിരിക്കുന്നത്? നമുക്ക് 6 എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, x² ഇവിടെ നിർത്തുകയാണെങ്കിൽ ഇവിടെ 6 ഉണ്ട്, ഇൻറ്റു 2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി? /2. അപ്പം എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. x² ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയിരിക്കുന്നത്? 3 എന്ന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും? സ്ക്വയർ പോകുമ്പോൾ ഇപ്പുറത്തോട്ട് എന്തായി? സ്ക്വയർ റൂട്ടായി അല്ലേ. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? +or-√3. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? +or-√3 ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെയും എന്ത് തന്നെയാണ്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അതിനുവേണ്ടി 2/2 ഓർഡർ വരുന്ന ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് തമ്മിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ 2 × 5 എന്ത് കിട്ടി? 10 മൈനസ് 4 × 3 എത്രയാണ്? 12 ഈക്വൽ ടു, ഇവിടെയും ഡിറ്റർമിനൻ്റ് കാണുക. 5 × x 5x മൈനസ് 2x × 3 6x. ഇനി നോക്കിക്കേ, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. അപ്പോൾ എത്ര കിട്ടി? ഇവിടെ 12ൽ നിന്ന് 10 പോകുമ്പോൾ എത്ര കിട്ടി? 2. വലുതിൻ്റെ സൈൻ ഇവിടെ എന്താണ്? മൈനസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. അപ്പോൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ സൈൻ. 6x നിന്ന് 5x പോകുമ്പോൾ എത്ര കിട്ടി? 1x. വലുതിൻ്റെ സൈൻ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് -x എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, രണ്ട് സൈഡും നെഗറ്റീവ് ഇല്ല, അപ്പോൾ നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ therefore എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി.